ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പനിയാണെങ്കിലും ഇന്ന് സന്തോഷപൂർവ്വം മാഡം കിടന്നുറങ്ങും. കാരണം ഞാനിന്ന് ഋതിക മേഡത്തോട് എന്റെ പ്രണയം തുറന്നു പറയുന്ന ദിവസാ. എന്താ രാജു? ഒന്നുമില്ല. എന്താ പ്രതാപ എല്ലാരും കൂടി? എന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ അമ്മയും മകനും കൂടെ എവിടെ പോയിരുന്നു? ദൈവമേ, ആ ജഗന്നാഥൻ എങ്ങാൻ ഇവിടെ വന്നു കാണോ? കഥ മുഴുവൻ പറഞ്ഞു കാണോ? ഞാനും ഇവനും കൂടി ഒന്ന് ടൗൺ വരെ പോയതാ. എന്താ പ്രതാപ, എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, ഇവനാ. ഇവന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പൊ തെരുവിലാണ് നടക്കുന്നത്. ഈ കുടുംബത്തിന്റെ അന്തസ്സും മാന്യതൊക്കെ ഇവൻ പുറത്തു നടന്ന് നശിപ്പിക്കുക. ഞാൻ ഒരു മിനിസ്റ്ററാ. അതിലൊക്കെ ഉപരി ഇന്നേ വരെ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാത്ത ഒരു മനുഷ്യനാ. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ഇവൻ എന്ത് തെറ്റാ പ്രതാപ ചെയ്തേ? എന്ത് തെറ്റ് ചെയ്തെന്നോ ചോദിച്ചു നോക്ക് അവനോട്. ഓ, അവനൊന്നും പറയാനില്ലല്ലോ. നേര് പറഞ്ഞുള്ള ശീലം ഭാഗ്യവശാൽ ഇവനില്ലല്ലോ. ഞാൻ തന്നെ പറഞ്ഞേക്കാം. പ്രതാപം പറഞ്ഞത് നേരാണോ? അതെന്ത് ചോദ്യം? ചേട്ടൻ എന്താ നുണ പറയൂ? അമ്മേ, അമ്മ വേണ്ട, അമ്മ അടിക്കില്ല. ദ്രോഹി, നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് നശിപ്പിക്കുമല്ലോടാ. ഞങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് കരിവാരി തേക്കുമല്ലേ? അമ്മേ, ഞാൻ ഈ നിൽക്കുന്നതേ ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാ. ഈ ഇവൻ കഴിഞ്ഞേ എനിക്ക് നീയുള്ളൂ. അമ്മേ, എന്റെ ആങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ നീ നാണം കെടുത്തോടാ. പറയുന്നത് കേക്ക്. മതി ചേച്ചി. എന്റെ നാശകാലത്ത് എന്റെ വയറ്റി വന്ന് പിറന്ന സർപ്പസന്തതി ഇവൻ എന്നെ കൊല്ലും. എടാ, നീ കാരണം ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നീ ചേച്ചിക്ക് വേണ്ടി ഇവനോട് ക്ഷമിക്കും പ്രതാപ. ഇനി ഇവന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു തെറ്റുണ്ടായ ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഇവിടെ ഒരു മൂലക്കിടും. കേറി പോടാ. പോകാൻ പ്രതാപ. അവന്റെ പോക്ക് ശരിയല്ലേ ചേച്ചി? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചേച്ചി വിഷമിക്കണ്ട.
ഒന്നാം തരം നാടകം. ഇവരൊരു സൂപ്പർ നടിയെ, നോ ഡൗട്ട്. പനി കുറവുണ്ട്. സന്തോഷം. എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം ഇന്ന്. മാഡത്തെ ഇങ്ങനെ ക്ഷീണിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. നാശം പിടിക്കാൻ ഓരോരോ പനി. വൈറലല്ലേ രാജു, പിന്നെന്തേം കഴിയും? എന്ത് വൈറലാണെങ്കിലും ഋതിക മാഡത്തെ ഉപദ്രവിക്കുന്നവനെ ഞാൻ വെറുതെ വിടില്ല. പനിയാണെങ്കിലും ഇന്ന് സന്തോഷപൂർവ്വം മാഡം കിടന്നുറങ്ങും. കാരണം ഞാനിന്ന് ഋതിക മാഡത്തോട് എന്റെ പ്രണയം തുറന്നു പറയുന്ന ദിവസാ. എന്താ രാജു? ഒന്നുമില്ല. മാഡം കിടന്നോ. ഇനി പതുക്കെ ആ കാര്യം പറഞ്ഞു തുടങ്ങാം. ഞങ്ങൾ തമ്മിലുള്ള പിണക്കം ഇവിടെ തീരണം. ഇന്നു മുതല് ഞങ്ങൾ പ്രണയിച്ച് പ്രണയിച്ച് ജീവിക്കാം. സത്യം പറഞ്ഞ തമ്മിൽ കണ്ട ആദ്യ കാലം മുതല് എനിക്ക് ഋതിക മാഡത്തോട് പ്രണയമായിരുന്നില്ല, ഇഷ്ടമായിരുന്നു, ആരാധനയായിരുന്നു, സ്നേഹമായിരുന്നു. പിന്നെ വർമ്മ സാറിന്റെ മകൾ എന്ന ബഹുമാനവും, എന്റെ അച്ഛൻ ജോലി ചെയ്ത സൂര്യമംഗലം കുടുംബത്തിലെ കുട്ടി എന്ന ബഹുമാനം, പിന്നെ ഒരു കാവലാളായി നടന്നതിന്റെ ഒരിഷ്ടം. പക്ഷേ അതല്ല ഭാര്യ ഭർത്തൃ ബന്ധമെന്ന ആ സത്യം ഞാൻ മനസ്സിലാക്കി. നമ്മൾ പരസ്പരം ആഗ്രഹിക്കുന്നത് പ്രണയമാണെന്ന തിരിച്ചറിവ് വൈകിയ എനിക്കുണ്ടായത്.